കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് ഒരു റിറ്റ്സ് ആണ്. അപ്പോൾ റിറ്റ്സ് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഒരു റിറ്റ്സ് ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ വണ്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ ഡീസൽ ഓപ്ഷനിൽ വന്നേക്കുന്ന വണ്ടിയാണ്. 2011 ഇതിൻ്റെ മോഡൽ വന്നേക്കണേ. ഒരു 2 ലക്ഷം റേഞ്ചിലൊക്കെ നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി ഒന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം, ടയർ കണ്ടീഷൻ എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം 2011 ആയതുകൊണ്ട് തന്നെ എവിടെയെങ്കിലൊക്കെ ചെറിയ ഡെൻറ്റോ പാച്ചോ സ്ക്രാച്ചോ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. വീഡിയോ കണ്ടു വരാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഈ ഒരു റിറ്റ്സ് ആണ്. അപ്പോൾ റിറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള വാഹനം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ടത്തെ എന്ന് പറഞ്ഞാൽ 2011-12 കാലഘട്ടത്തിലുള്ള വാഹനങ്ങൾ ഇറങ്ങിയത് മിക്കതും നല്ലൊരു എന്താ പറയുക മൈലേജും അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ബിൽഡ് ക്വാളിറ്റി തന്നിരിക്കുന്ന വാഹനങ്ങളാണ്. ഈ പറഞ്ഞ മാരുതി ആയാലും ഹ്യുണ്ടൈ ആയാലും ഒക്കെ. അപ്പോൾ ആ ഒരു കാറ്റഗറി പെടുന്ന വാഹനമാണ് ഈ ഒരു റിറ്റ്സ്. അപ്പോൾ റിറ്റ്സിൻ്റെ നമുക്ക് ഫുള്ള് വ്യൂവിലേക്ക് ഒന്ന് പോയേക്കാം. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം, ടയർ കണ്ടീഷനെല്ലാം ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം എവിടെയൊക്കെ എന്തെങ്കിലും ചെറിയ പാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വീഡിയോയിൽ കൂടി തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റിറ്റ്സ് ഇതാണ് വാഹനം. കണ്ടോ, വണ്ടി നോക്കാം. നല്ല നീറ്റായിട്ട് നിൽക്കുന്ന ആ ഒരു വാഹനമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ് വ്യൂയിലേക്ക് പോയേക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. വീലാർസിലേക്കാണ് ഫസ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത്. വീലാർസ് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ നിൽക്കുന്ന വീലാർസ് നമുക്ക് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് നിൽക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ബോണറ്റിലേക്ക് പോയേക്കാം. ബോണറ്റായാലും ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊന്നുമില്ല. നീറ്റായിട്ട് ഇരിക്കുന്ന ബോണറ്റ് നമുക്ക് കാണാൻ പറ്റും. വിൻഷീൽഡിലേക്ക് വരാം. വിൻഷീൽഡ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന വിൻഷീൽഡ് നമുക്ക് ഇവിടെ കാണാം. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ലാമ്പിലേക്ക് വരാം. ലാമ്പിൽ ചെറിയൊരു യെല്ലോ ഷെയ്ഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ബമ്പേഴ്സൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്ന ബമ്പേഴ്സ് കാണാം. ഇവിടെയും ആ ഒരു മഞ്ഞപ്പ് നമുക്ക് ലാമ്പിൽ കാണാൻ പറ്റും. നമുക്ക് സൈഡിലേക്ക് വരാം. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ടിരിക്കുന്ന വീലാർസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പ് ആയാലും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ ഡീസലാണ്. അപ്പോൾ അതിൻ്റെ DDIS ടെക്നോളജിയുടെ ബാഡ്ജിങ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി 2 ഡോറിലേക്കും പോയേക്കാം. 2 ഡോറും ഇവിടെ വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് റിയർ ഭാഗത്ത് ഈ ഒരു വീലാർസിലേക്ക് പോയേക്കാം. ഇവിടെയും നല്ല ക്വാളിറ്റി തന്നെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പായാലും നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. താഴെ നമുക്കിവിടെ ലാമ്പിലേക്ക് വരാം. ലാമ്പായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലാമ്പ് നമുക്ക് കൂടെ കാണാൻ പറ്റും. ഇവിടെ മാരുതി സുസുക്കിയുടെ ബാഡ്ജിങ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ നമുക്ക് ലിഡൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. റിറ്റ്സിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. VDIയുടെ ബാഡ്ജിങ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ ബമ്പേഴ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ ടൈൽ ലാമ്പ് നോക്കാം. ടൈൽ ലാമ്പ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് വീലാർസിലേക്ക് വരാം. വീലാർസും ഓക്കെയാണ്. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളും നമുക്ക് റൈറ്റ് സൈഡിലും കാണാം. ഇവിടെ നമുക്ക് 2 ഡോറ് നോക്കാം. 2 ഡോറിലും ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊന്നും ഡോർസിലും കിട്ടുന്നില്ല. നീറ്റായിട്ട് ഡോർസ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെടാം. ഇവിടെ 4 പവർ വിൻഡോസും അതേപോലെ തന്നെ കൺട്രോൾസ് നമുക്ക് മിറർ കൺട്രോളൊക്കെ ഉള്ളിൽ തന്നെ നോബ വന്നേക്കണേ. അതേപോലെ ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് സീറ്റ്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഡാഷ്ബോർഡ് നോക്കാം. ഡാഷ്ബോർഡ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഡാഷ്ബോർഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കിലോമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ 1,00,000+ കിലോമീറ്റേഴ്സ് വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മിഡിൽ നമുക്കിവിടെ ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കൺട്രോൾസൊക്കെ കാണാൻ പറ്റും. സ്റ്റിയറിംഗിൽ കൺട്രോൾസും വരുന്നില്ല. പ്ലാറ്റ്ഫോമൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ ഡോർസ് ആയാലും നീറ്റായിട്ട് എനിക്ക് കാണാൻ പറ്റും. സീറ്റ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. റിയറിലെ സീറ്റ്സും നല്ല ക്വാളിറ്റി തന്നെ എനിക്ക് കാണാൻ പറ്റും. റൂഫായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന റൂഫ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഫ്രണ്ട് പോർഷൻ നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി എൻ്റെ പാസഞ്ചർ സൈഡിലേക്കൊന്ന് വയ്ക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യണം. ഇവിടെ നമുക്ക് പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഡോറിന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് വാഹനത്തിൻ്റെ എൻജിൻ റൂമും ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. ഞാൻ ഈ ലിവർ ഒന്ന് അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ റിറ്റ്സിൻ്റെ ആ ഒരു എൻജിൻ റൂം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡീസൽ എഞ്ചിനാണ് വന്നേക്കണേ. വണ്ടിയിൽ കുറച്ച് അഴുക്കും കാര്യങ്ങളുണ്ട്. നമുക്ക് എൻജിൻ റൂം ഇവിടെ ക്ലീൻ ആക്കിയിട്ടുള്ള അതിൻ്റെയാണ് ചെറിയ അഴുക്കും കാര്യങ്ങളൊക്കെ കാണുന്നത്. അതുപോലെ ബാറ്ററിയൊക്കെ നോക്കാം. ബാറ്ററി നല്ല പവർഫുൾ ബാറ്ററി വന്നേക്കണേ. എഡ്ജസ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന എഡ്ജസ് നമുക്ക് കൂടെ കാണാൻ പറ്റും. ആപ്രോണിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടെ നോക്കാവുന്നതാണ്. അതേപോലെ നമുക്കിവിടെ ഇവിടെ എഡ്ജസൊക്കെ നോക്കാം. പേസ്റ്റിങ് നോക്കാം. ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയുടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പാച്ചോ കാര്യങ്ങളോ നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഫ്രണ്ട് പോർഷൻ നമുക്ക് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കാം.
അപ്പോൾ ഈ കാണുന്നതാണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. കുഴപ്പമില്ലാത്ത സ്പേസ് എന്ന് പറയാം, വലിയ കാര്യമായിട്ട് സ്പേസ് ഒന്നുമില്ല. ഓക്കെ, അത് നമുക്ക് പാസലത്തേക്ക് നോക്കാം. അതാ പാസലത്തെ നീറ്റായിട്ട് ഇരിക്കുന്നത് കാണാൻ പറ്റും. സ്പെയർ വീലിലേക്ക് നോക്കാം. സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ ഗ്രിപ്പ് കുറച്ച് കുറവാണ്, പക്ഷെ എന്നാലും ചെറിയ രീതിയിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ട്രെയിനിങ് കാര്യങ്ങൾ ചെയ്തിട്ടില്ല, അതിൻ്റെയാണത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ എൻജിൻ റൂമിൽ നിന്നും ബൂട്ടിൽ നിന്നും ഇൻറ്റീരിയേഴ്സ് നിന്നും കാണിക്കാനുള്ളത്. ഇവിടെ ലിഡും കൂടി നോക്കിയേക്കാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്കിവിടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2011 മോഡലാണ്. 11 മോഡൽ വണ്ടി ഡീസലാണ്. ഡീസൽ, റിറ്റ്സ്, സ്വിഫ്റ്റ് ഇതൊക്കെ ഇപ്പോഴും നിലവിൽ നല്ല ഡിമാൻഡിൽ നിൽക്കുന്ന വാഹനങ്ങളാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. അപ്പോൾ ഈ ഒരു റിറ്റ്സ് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയാനുള്ള പോലെ വീഡിയോന് താഴെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പിൽ മെസ്സേജോ അല്ലെങ്കിൽ വോയിസോ ഇട്ടേക്കാം, റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. വണ്ടി നിലവിൽ കിടക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയിലാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റിലേക്ക് പോയേക്കാം. റേറ്റിലേക്ക് പോകാനാകുമ്പോൾ എനിക്ക് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2,55,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആയിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പിൽ വോയിസോ മെസ്സേജോ അയച്ചേക്കാം, റിപ്ലൈയും കാര്യങ്ങളും വരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.